നവ്യ നയനോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ നിന്നാലും ഹോം നേഴ്സ് വന്നാലും നമ്മളെ പെടും. ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ട് ഇതിനൊരു അന്ത്യം ഞാൻ ഉണ്ടായിക്കോളാം, നീ എന്നെ എങ്ങനെയും ഹെൽപ്പ് ചെയ്യുക എന്ന് നവ്യ നയനോട് പറയുമ്പോൾ നയന മുത്തശ്ശിയോട് പറയണം, മുത്തശ്ശി ഞാൻ പറഞ്ഞല്ലോ ഹോം നേഴ്സിനൊന്നും ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം ചേച്ചീനെ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അതിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹോം നേഴ്സിന് നടത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ജാനകി പറയാണ്, നിനക്ക് ഇവിടുത്തെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല, പിന്നെ എപ്പോഴാണ് നീ നിന്റെ കാര്യം നോക്കുന്നേ? നവീനെ നോക്കി പിന്നെ നിനക്ക് നിന്റെ ശരീരം നോക്കണ്ടേ എന്ന് ജാനകി പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, സാരമില്ല, ഒരാഴ്ചത്തേനെ കണക്ക് ഇവിടെ കാണുമല്ലോ, ആ സമയത്തിനുള്ളിൽ നമുക്കൊരു ഹോം നേഴ്സിനെ കണ്ടെത്താം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. നവ്യ നയനയാണെങ്കിലോ ആകെപ്പാടെ ഒന്ന് വേർത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കനക പോയിട്ട് ഗോവിന്ദനോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അവരെ ഒന്നും ഇങ്ങോട്ട് വിളിച്ച് കയറ്റേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ജലജ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഈ പറഞ്ഞ തീരുമാനം മുത്തശ്ശനോട് ചോദിച്ചിട്ടെടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് ഇനി മേലാൽ ഇതിനെക്കുറിച്ചൊരു വാക്ക് സംസാരിച്ച് പോയേക്കരുത്. അത് മാത്രമല്ല 1-2 ആഴ്ച കനകയോടെ കാണും, ആ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള വർത്താനമോ പെരുമാറ്റമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, കുത്തുവാക്കുകൾ പറഞ്ഞ് അവരെ നോവിക്കാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മുത്തശ്ശിന്റെ സ്വഭാവം അറിയാലോ, പിന്നെ ജലജ വീടിന്റെ പുറത്തായിരിക്കും, അത് ഓർമ്മ വേണം എന്നിങ്ങനെ മുത്തശ്ശി ഭീഷണിയുടെ സ്വരത്തിൽ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അല്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പം അത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരെ സ്വീകരിക്കണം എന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. മുത്തശ്ശൻ മാത്രമല്ല അങ്ങനെ തന്നെ വേണ്ടത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഞങ്ങളായിട്ടൊന്നും ഇനി പറയാൻ പോകുന്നില്ലേ എന്ന് ജലജ പറയാണ്. അപ്പോഴേക്കും നവ്യയും നയനയും കൂടെ ആകെ പടന്ന് വേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോവിന്ദനാണെങ്കിൽ കനകയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ കനക അകത്തേക്ക് കയറി വരുമ്പോഴേക്കും അവരെ കാണുമ്പോൾ തന്നെ ജലജയും അഭിയും എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, നീ പോയി റെസ്റ്റ് എടുത്തോ എന്ന് കനകയോട് പറയുന്നുണ്ട്. നവ്യ മുറിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞിട്ട് മുത്തശ്ശി നവ്യനെ ഏൽപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. എന്നാൽ നവ്യയുടെ കൂടെ കനകം മുറിയിലേക്ക് പോകുന്നില്ല. അങ്ങനെ ബാക്കിയിലെ കിടന്ന് പോയതിന് ശേഷം അടുക്കളയിൽ നയനിങ്ങനെ ചോറൊക്കെ എടുക്കായിരിക്കും. ഇതേ സമയത്തിന് കനകം വന്നിട്ട് പറയാണ്, മോളെ എനിക്കിവിടെ നിൽക്കുന്ന എന്തോ മുള്ളിൻ്റെ മണ്ട നിൽക്കുന്ന പോലെ ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നു എന്ന് പറയാണ്. മോളിവിടെ എങ്ങനെ നിൽക്കുന്നു ചോദിക്കുമ്പം അമ്മേ അതൊക്കെ എല്ലാവർക്കും നിൽക്കാൻ സാധിക്കും, കുറച്ച് ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ആയാൽ മതി എന്ന് പറയാണ്. എങ്കിലും എൻ്റെ പൊന്നു മോളെ എനിക്കിതൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകാൻ പറ്റുന്നില്ല. ഹോ, എല്ലാവരും നോട്ടവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഏതോ ഒരു പ്രഷർ കുക്കറിനകത്ത് കയറി നിൽക്കുന്നത് പോലെ ഉണ്ട്, ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്നൊരു തോന്നല മനസ്സിനുള്ളിൽ എന്ന് പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അമ്മയുടെ കൂടെ ഞാനില്ലേ, അമ്മനെ എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ ഞാൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ മോളുടെ അമ്മായിമ്മമാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നല്ലേ ഞാൻ വന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ അമ്മായിമ്മയ്ക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പിന്നെ ആദർശേട്ടൻ അപ്പച്ചി അവർക്ക് ഈ വീട്ടിൽ ആരോടും സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കുശുമ്പും കുന്നായ്മയും തമ്മിത്തല്ലിൽ മാത്രം അവർക്കറിയുള്ളൂ. അവരാണെങ്കിലോ അപ്പച്ചി എന്നെയും എൻ്റെ അമ്മായിമ്മനെ തമ്മിൽ തെറ്റിക്കും, എന്നെ ആദർശം തമ്മിൽ തെറ്റിക്കും, അമ്മയും മകനെ തമ്മിൽ തെറ്റിക്കും, ഇത് തന്നെ അവരുടെ പ്രധാന പണി. അവരുടെ മോനോ അവരുടെ അതേ സ്വഭാവത്തിൽ വന്നിരിക്കുക എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട്. അമ്മയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അമ്മ ചേച്ചി നോക്കാൻ വന്നെങ്കിൽ ആ ഒരു ഡ്യൂട്ടി മാത്രം ചെയ്താന്ന് പറയുമ്പം ഞാൻ സഹായിക്കാം മോളെന്ന് പറയുമ്പം അതൊന്നും വേണ്ടമ്മേ, അമ്മ സഹായിക്കണം, അമ്മ പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നയനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും വന്ന് ഇരിക്കുമ്പോഴേക്കും കനക അവിടെ നിൽക്കുകയാണ്. മുത്തശ്ശനും പറയുന്നുണ്ട് കനകം വന്ന് ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകം വേണ്ട ഞാൻ പിന്നെ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അതൊന്നും സാരില്ല, നീ താൻ ഗസ്റ്റ് അല്ലേ, താൻ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ദേവയാനാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് അവളുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയണം, അമ്മേ അവർ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് അല്ലേ, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളുടെ കൂടെ ആഹാരം കഴിക്കാൻ വയ്യെന്ന് പറയാണ്. അപ്പോൾ ഇതും കേട്ടിട്ട് അങ്ങോട്ടേക്ക് ജയൻ വരുന്നുണ്ട്. ജയൻ ചോദിക്കുകയാണ് എന്താടാ കാര്യം ചോദിക്കുമ്പം ഒന്നുമില്ലെന്ന് പറയുമ്പം എന്താ ദേവിയാനി കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല അവളുണ്ടല്ലോ കനകം, അവളുടെ കൂടെ ആഹാരം കഴിക്കാൻ എനിക്ക് പറ്റില്ല, അവളെ കാണുമ്പോൾ അവളെന്നെ ചതിച്ച കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും ജയൻ പറയാണ്, ഇതെങ്ങാണ് ഇപ്പോൾ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ എന്താ ഉണ്ടാകാൻ പോകുന്നതിനൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ പോയിരുന്ന് കഴിക്കാൻ നോക്കുമെന്നും പറഞ്ഞിട്ട് ജയൻ വഴക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ദേവയാനി ഡൈനിങ് ടേബിളിൽ അടുത്ത് നിന്നിരിക്കുന്നത്. അപ്പോഴേക്കുമാണ് കനകത്തിനോട് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞത്, അതും ദേവയാനിയുടെ അടുത്ത് തന്നെ. അപ്പോഴേക്കും ദേവയാനിക്ക് ആകെപ്പാടെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ജലജയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുറുമുറുത്തുകൊണ്ടിരിക്കുകയാണ്. കനകം ഇതെല്ലാവരും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് കനകത്തോണ്ട് ഇരിക്കാൻ തോന്നുന്നില്ല. അപ്പോഴേക്കും ആദർശ് നയനോട് പറയുന്നുണ്ട്, നയന അമ്മയുടെ അടുത്തേക്ക് നീയും ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണം, അങ്ങനെയൊക്കെ പറയാൻ നിനക്ക് തോന്നിയല്ലോ, നയനമോളെ അമ്മയുടെ അടുത്തിരുന്ന് ആഹാരം കഴിക്കുക, ഒത്തിരി കാലമായില്ലേ, അമ്മ ആദ്യമായിട്ടല്ലേ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്നത് ചോദിക്കുകയാണ്. നവിയാണെങ്കിലോ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും താനോട്ട് യാതൊരു ബന്ധമില്ലെന്ന രീതിക്ക് അവിടെ ഇരുന്ന് വിട്ടുപിഴിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയ്ക്ക്
അമ്മയാണെങ്കിൽ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട്. സന്തോഷത്തോടെ രണ്ടുപേരും ആഹാരം കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഇതിനെ എണീക്കുന്നുണ്ട്. അതെന്താ രണ്ടുപേരും മതിയാക്കുകയും ചോദിക്കുമ്പോൾ മതിയായി എന്ന് പറയുകയാണ് കനകം. അങ്ങനെ കനകൊന്നതിനെയും കഴിച്ച പ്ലേറ്റൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി പോകുമ്പം മുത്തശ്ശൻ പറയാണ്, അതെങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ പോലും വെറുപ്പും വിദ്വേഷമാണല്ലോ എല്ലാവരുടെ മനസ്സിൽ. മുഖം തെളിഞ്ഞാലില്ലേ കൂടിയിരിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുള്ളൂ. ഭക്ഷണം എന്ന് പറയുന്നത് അത് നമ്മുടെ ദൈവം നമുക്ക് ഏറ്റവും അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള സാധനമാണ്. അന്നം ദേവിയാണെന്ന് കേട്ടിട്ടില്ലേ? അവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടാ ഈ ഒരു ദേഷ്യവും ഉദ്ദേശമൊക്കെ നിങ്ങൾ കാണിക്കുന്നത്. ആ അമ്മയും മകളും ഇവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പം ദേവ്യാനിക്കും ജലജയ്ക്കൊക്കെ അവരുടെ മുഖത്ത് യാതൊരു തെളിച്ചമില്ല. മുറുമുറുത്തോണ്ടിരുന്നല്ലേ കഴിക്കുന്നത്. പിന്നെ എങ്ങനെ മനുഷ്യന് സമാധാനം കിട്ടും? എങ്ങനെ ആഹാരം കഴിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് കഴിച്ച ഭക്ഷണം പകുതിയാക്കിയിട്ട് മുത്തശ്ശനോട് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, നിങ്ങൾക്ക് സമാധാനമായല്ലോ, ഒരു നേരം പോലും ആ മനുഷ്യന് കുറച്ച് സമാധാനം കൊടുക്കരുത് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയും പകുതിയാക്കിയിട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്കും ദേവേനും ജലജയൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശം എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് കനകം പറയണം, എൻ്റെ മോളെ എന്നെ കൊണ്ട് വയ്യ, ഞാനിവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് കൈയൊക്കെ കഴിട്ടില്ല വരുമ്പോൾ സമയത്തേക്ക് മുത്തശ്ശി ചോദിക്കണം, അല്ല കനകത്തിന് എവിടെ കിടത്തും? ഇപ്പം എല്ലാ റൂമും ഫില്ലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ റൂമിലും കപ്പിൾസ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പം മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, ജലജര മുറിയിൽ മാത്രം ജലജ ഒറ്റയ്ക്കല്ലേ, എന്നാൽ പിന്നെ കനകം ജലജര മുറിയിൽ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ കനകം, അയ്യോ അത് വേണ്ടമ്മേ, ഞാൻ ഈ അടുക്കളയിൽ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അടുക്കളയിലോ? നീ എന്താ കനകം ഈ പറയുന്നത്? നിങ്ങൾ ആരെന്നറിയാമോ? ഈ വീട്ടിലെ ബന്ധുക്കളാണ്. അപ്പം നിങ്ങളെ ഞങ്ങൾ അടുക്കളയിലാണോ കിടത്തേണ്ടത്? ഞങ്ങളറിഞ്ഞ് അടുക്കളയിൽ കിടന്നാലും നിങ്ങളെ ഞങ്ങൾ മുറിയിലേക്ക് എടുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ജലജര മുറിയിൽ പറഞ്ഞതുപോലെ ഒരാളല്ലേ ഉള്ളൂ, ഒരാഴ്ചത്തെ കാര്യമുള്ളൂ, ജലജ കനവും കൂടെ നിൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ജലജ, എൻ്റെ കൂടെയോ? അതൊന്നും പറ്റില്ല എന്ന് പറയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ പറ്റാത്ത കാര്യം? മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ കനകം അത് സാരമില്ല എന്ന് പറയുമ്പോൾ ഒന്നും പറയണ്ട, കനകം അവിടെ പോയി കിടന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കനകം അടുക്കളയിലേക്ക് പോയിട്ട് ഞാനോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, അവരുടെയൊക്കെ മുഖവും പെരുമാറ്റ സ്വഭാവം കാണുമ്പോഴേക്കും എനിക്ക് അങ്ങ് പേടിയിട്ട് വയ്യ, ഞാൻ പോയിക്കോട്ടെ എൻ്റെ വീട്ടിലേക്ക്, നീ എങ്ങനെയില്ല മുത്തശ്ശിയോട് ഒന്ന് സംസാരിച്ച് പറയാമോ എന്ന് ചോദിക്കുമ്പം അമ്മയോട് നിർത്തിയത് മുത്തശ്ശിയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കൊരു മറുത്തൊരു വാക്കുപോലും പറയാൻ പറ്റില്ല അമ്മേ, സോറി അമ്മയെന്ന് പറയാണ്. ഇത് വലിയ പൊല്ലാപ്പായി പോയല്ലോ എൻ്റെ പൊന്നു മോളെ, എനിക്കിത് പറ്റുന്നില്ല എന്ന് പറയാണ്. അതൊന്നും സാരമില്ലമ്മേ, അതൊക്കെ അഡ്ജസ്റ്റ് ആവും, നവേച്ചിക്ക് വേണ്ടിയല്ലേ, അമ്മ ഒന്ന് ക്ഷമിക്കുമെന്ന് പറയാണ്. അവൾക്ക് വേണ്ടിയൊന്നും അല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി നിൽക്കുന്നത്, ഞാൻ നിന്നില്ലെങ്കിൽ എൻ്റെ മോളെ എന്തെങ്കിലും പറയുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കനകം പറയുന്നുണ്ട് കേട്ടോ. അനാമയൊക്കെ പോയതിന് ശേഷം അനി നന്ദുവിൻ്റെ അടുക്കളേക്ക് പോകുന്നുണ്ട്. അപ്പം നന്ദു വണ്ടിയിൽ കയറിയിട്ട് പോകാനൊരുങ്ങായിരിക്കും. നന്ദു, നിനക്ക് വിഷമമായും ചോദിക്കുമ്പോൾ ഞാൻ സാരി എടുക്കാറില്ലെന്ന് അറിയില്ലേ, പിന്നെ നിന്നെ സാരിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്, എന്നിട്ടും അവൾ തന്നിരുമ്പോൾ പിന്നെ മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദു പറയാണ്. ഇപ്പം നന്ദുവിനോട് ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കെന്താ വിഷമം, ഞാൻ ഹാപ്പിയാ, പിന്നെ സാരിടത്തിൽ മാത്രമേ കല്യാണം കൂടാനുള്ളതുണ്ടോ, ഈ വേഷത്തിൽ എനിക്ക് കല്യാണത്തിന് വന്നൂടെ, നീ എന്നോട് കയറ്റിയില്ലെന്നൊക്കെ ചോദിക്കുമ്പം നന്ദു അത് എന്നൊക്കെ പറയുമ്പം വേണ്ട ഒന്നും പറയണ്ട, എനിക്ക് ഒന്നും മിണ്ടാത്ത അവസ്ഥയായി പോയില്ല ഇപ്പം എന്നൊക്കെ പറയാണ്. എന്താ നന്ദു, എന്തെങ്കിലും മനസ്സിലുണ്ടോ നിന്റെ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ കല്യാണം നടക്കട്ടെ ആദ്യം, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും അനി ചോദിക്കുകയാണ്, ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാനോ? അതെന്തിനാ? അല്ല നിന്റെ അനാമയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം, അവൾക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടാന്ന് പറയും, അതുകൊണ്ട് ഈ റിലേഷൻ ഉടച്ച് നിർത്തുന്നത് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയില്ലേ, നീ എൻ്റെ ഫ്രണ്ടാ, നിന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് മറ്റൊരു ജീവിതം വേണ്ട എന്നൊക്കെ അനിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രണയം കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ തമിഴിൽ നല്ലൊരു ലവ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ താമസേന അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.